Hallelujah. Hallelujah. Greetings in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Today being Mother's Day, I thought I would like to speak about some strong women in the Bible. ഇന്ന് മാതൃദിനം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ആണല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് വചനത്തിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ദൈവഭക്തരായ അമ്മമാരെ കുറിച്ച് പഠിക്കാം. So I thought I'd look into the book of Ruth. നമ്മൾക്ക് രൂത്തിനെ കുറിച്ച് പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. It's one of the most beautiful stories in the Bible. ബൈബിളിലുള്ള വളരെ മനോഹരമായ കഥകളിൽ ഒന്നാകുന്നു രൂത്തിന്റെ പുസ്തകത്തിലുള്ളത്. But there's so much we can learn from it. പക്ഷേ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുവാനുണ്ട്. Let's just start with a word of prayer. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. Hallelujah, Lord, I just thank you for this day. കർത്താവേ, ഞങ്ങൾ ഈ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. I thank you for what you're going to speak to each one of us. ഞങ്ങൾ ഓരോരുത്തരോടും നീ സംസാരിക്കാൻ പോകുന്ന കാര്യത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. Thank you for the women in our midst. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലുള്ള ഓരോ സ്ത്രീകൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. And I pray today, Lord, that they will find strength in you. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നിൽ അവർ ശക്തി പ്രാപിക്കുവാൻ അവരെ നീ സഹായിക്കണമേ. And their children will learn from them. അവരുടെ കുഞ്ഞുങ്ങൾ അവരെ കണ്ടു പഠിക്കട്ടെ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. Amen. Ruth chapter 1 verse 1 says, "Now it came to pass in the days when the judges ruled that there was a famine in the land, and a certain man of Bethlehem, Judah, went to dwell in the country of Moab, he and his wife and his 2 sons." രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ന്യായാധിപന്മാർ ഇസ്രായേലിൽ ഭരണം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പാർപ്പാൻ പോയി. So this is the time of judges. ഇത് ന്യായാധിപന്മാർ ഇസ്രായേൽ ഭരിക്കുന്ന കാലമാണ്. And during the time of judges, people did whatever they wanted. ഈ ന്യായാധിപന്മാർ ഭരിക്കുന്ന ഈ സമയത്ത് ഇസ്രായേലിലെ ജനം തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. In Chronicles it says there was no king, so they did what was right in their own eyes. ദിനവൃത്താന്തത്തിൽ ഇങ്ങനെ പറയുന്നു, ആളുകൾ തങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തു, കാരണം അവരെ ഭരിക്കുവാൻ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. And there was a famine in Bethlehem. അപ്പോൾ ബെത്ലഹേമിൽ അവിടെ ഒരു ക്ഷാമം ഉണ്ടാവുകയാണ്. The word Bethlehem means house of bread. ബെത്ലഹേമിന്റെ വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ദേശം എന്നുള്ളതാണ്. And there's a famine there. അവിടെയാകുന്നു ഈ ക്ഷാമം ഉള്ളത്. But we read in the Old Testament how in situations where the Lord says, when the people disobey me, there will be famine, I will shut the heavens. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ജനം അനുസരണക്കേടിലേക്ക് തിരിയുമ്പോൾ യഹോവ അവിടെ ക്ഷാമം ഉണ്ടാക്കും, സ്വർഗത്തിലെ വാതിൽ താൻ അടയ്ക്കുമെന്നുള്ളത്. And it's at this time that there is a famine here. So surely it's because of the disobedience of the people. അപ്പോൾ ഈ ക്ഷാമം ജനത്തിന്റെ അനുസരണക്കേട് മുഖാന്തരം ഉണ്ടായതാണെന്ന് നമ്മൾക്ക് അനുമാനിക്കാം. And in the midst of that, a family sets out to go to Moab. അപ്പോൾ ഈ ക്ഷാമത്തിന്റെ മധ്യത്തിൽ ഒരു കുടുംബം മോവാബിലേക്ക് പോവുകയാണ്. And in verse 2 we read, the name of the man was Elimelech, the name of his wife was Naomi, and the names of his 2 sons were Mahlon and Chilion. 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തിനായ എലിമെലേക്ക് ആയിരുന്നു. ഭാര്യയ്ക്ക് നൊവോമി എന്നും പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. You know the name Elimelech means God is king. എലിമലേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദൈവമാകുന്നു, രാജാവ് എന്നുള്ളതാകുന്നു. I wonder why he decided to go to Moab. ഞാൻ അതിശയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ മോവാബ് ദേശത്തിലേക്ക് പോകാൻ. Did he really think that God was king? ശരിക്കും അദ്ദേഹം ധരിച്ചിരുന്നുവോ തന്റെ ദൈവം രാജാവാകുന്നു എന്നുള്ളത്? Anyway, the name of Naomi means pleasant. നവോമി എന്ന വാക്കിന്റെ അർത്ഥം പ്രസാദമുള്ളത് എന്നാണ്. But we know the story that they go there and Elimelech dies. നമുക്ക് ഈ കഥ അറിയാം, അവിടെ മോവാബ് ദേശത്ത് ചെല്ലുമ്പോൾ തന്നെ എലിമെലേക്ക് മരിക്കുകയാണ്. Then Mahlon and Chilion, they took 2 wives from Moab. അങ്ങനെ മെഹ്ലോനും കില്യോനും മോവാബ് ദേശത്ത് നിന്ന് ഭാര്യമാരെ തിരഞ്ഞെടുത്തു. Ruth and Orpah. രൂത്തും ഓർപ്പയും. This was against God's command. ഇത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എതിരെയായിരുന്നു. Because God said you should not marry of the people of Moab, but you should marry from the Israelites itself. കാരണം ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു, മോവാബ് ദേശത്ത് നിന്ന് ഉള്ള സ്ത്രീകളെയോ പുരുഷന്മാരെയോ കല്യാണം കഴിക്കരുത്, ഇസ്രായേലിൽ നിന്ന് തന്നെ നിങ്ങൾ വിവാഹം ചെയ്യണമെന്നുള്ളത്. After 10 years, both Mahlon and Chilion die. 10 സംവത്സരത്തിന് ശേഷം മഹ്ലോനും കിലിയോനും മരിക്കുകയാണ്. So we see this is a family. We don't know, probably they're going to Moab may have been okay, but the fact that they just left their country and they mixed with the culture there, that was against
God's will, and so they made some wrong choices. അപ്പോൾ ഈ ഒരു കുടുംബം തെറ്റായ കുറേ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അവർ അവരുടെ സ്വന്തം ദേശം വിട്ട് വേറൊരു ദേശം, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരായുള്ള ദേശത്ത് ചെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ട് അവിടുന്ന് വിവാഹം കഴിക്കുകയാണ്. And you see a gradual downfall in their family. അപ്പോൾ നമ്മൾ കാണുകയാണ് പെതുക്കെ ആ കുടുംബം പതനത്തിലേക്ക് പോവുകയാണ്. And it's at that time that Naomi hears that God has visited Bethlehem by giving them bread. അപ്പോൾ നവോമി ഈ ഒരു അവസരത്തിൽ കേൾക്കുകയാണ് യഹോവ ബേത്ലഹേമിനെ സന്ദർശിച്ച് അവർക്ക് അപ്പം കൊടുത്തു എന്നുള്ളത്. Naomi knows the hand of God has been against them. നവോമിക്ക് അറിയാം യഹോവയുടെ കരം തങ്ങളുടെ കുടുംബത്തിനെതിരെയാണ് എന്നുള്ളത്. So we really don't know the circumstances, whether it was her husband's decision or what. But she knows that the hand of God has been against her. But in spite of that, she decides to go back. നമ്മൾക്ക് അറിയില്ല ഇത് ഈ മോവാബ് ദേശത്തേക്ക് പോകാനുള്ള തീരുമാനം എലിമേലെക്കിൻ്റെ ആണോ നവോമിയുടെ ആണോ എന്നുള്ളത്. പക്ഷെ നവോമിക്ക് ഉറപ്പുണ്ടായിരുന്നു യഹോവയുടെ കരം തനിക്ക് കുടുംബത്തിനെതിരെയാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ നവോമി തിരിച്ച് ബെത്ലഹേമിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. And she says, and she starts a journey back to Bethlehem. Her daughter-in-laws along with her. തൻ്റെ മരുമക്കളെയും കൂട്ടി ബെത്ലഹേമിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. And she tells them after some day, go back. I have nothing to give you. I don't have any sons. So go back to your homes. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മരുമക്കളോട് നവോമി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദേശത്തിലേക്ക് തിരിച്ചു പോവുക. എനിക്കിനി നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരുവാൻ ഇനി ആൺമക്കളൊന്നുമില്ല എന്നുള്ളത്. There's a Levirate marriage ritual where if a son dies, then the next son would marry the widow to continue the family line. അപ്പോൾ അന്നത്തെ കാലത്ത് ഇസ്രായേലിൽ ഒരു മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ വേറെ മകനുണ്ടെങ്കിൽ ഈ വിധവയായ ഭാര്യയെ ആ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമായിരുന്നു, കാരണം ആ പാരമ്പര്യം നിലനിർത്തുവാനായിട്ട്. And Naomi says, I have nothing to give you. You cannot get anything from our family. Go back to your homes. അപ്പോൾ നവോമി പറയാണ്, എൻ്റെ കുടുംബത്തിൽ ഇനി ആരും ശേഷിച്ചിരിക്കുന്നില്ല, എനിക്ക് നിങ്ങൾക്ക് തരുവാനും ഒന്നുമില്ല, നിങ്ങളുടെ ദേശത്തേക്ക് തിരിച്ചു പോവുക. But Orpah, after hearing this, she decides to go back. അപ്പോൾ ഓർപ്പ ഇത് കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ദേശത്തേക്ക് മടങ്ങി പോകുവാൻ തീരുമാനിക്കുകയാണ്. The name Orpah means stiff-necked. ഓർപ്പ എന്ന പേരിന്റെ അർത്ഥം കഠിനമുള്ള കഴുത്തുള്ളവർ എന്നുള്ളത്. So probably she loved her mother-in-law, but then she took the decision, okay, I'm going to go back. താൻ തൻ്റെ അമ്മയെ സ്നേഹിച്ചിരിക്കാം, എന്നാലും താൻ തീരുമാനിക്കുകയാണ് തിരിച്ചു പോകാനായിട്ട്. And the name Ruth means friend. രൂത്ത് എന്ന പേരിന്റെ അർത്ഥം സുഹൃത്ത് എന്നാകുന്നു. True to her name, she decides, I want to go with Naomi. തൻ്റെ പേരിനോട് ഒരു നീതി പുലർത്തി അവൾ തീരുമാനിക്കുകയാണ്, ഞാൻ നവോമിയോട് കൂടെ ചേർന്ന് നിൽക്കും എന്നുള്ളത്. And Ruth tells her mother-in-law, and these famous verses, verse 16 and 17, it says, but Ruth said, entreat me not to leave you or to turn back from following after you. For wherever you go, I will go, and wherever you lodge, I will lodge. Your people shall be my people, and your God, my God. Where you die, I will die, and there will I be buried. The Lord do so to me, and more also, if anything but death parts you and me. അപ്പോൾ രൂത്തിൻ്റെ മറുപടി വളരെ പ്രസിദ്ധമായ ഒന്നാണ്. രൂത്തിൻ്റെ 1-ാമത്തെ അധ്യായം 16-ലും 17-ലും ഇങ്ങനെ വായിക്കുന്നു, അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. This choice and confession of Ruth changed her destiny. റൂത്തിന്റെ ആ ബോധ്യവും ആ തീരുമാനവും തൻ്റെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റി. Tell your neighbor, some choices you make will change your destiny. നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞാട്ടെ, നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റുമെന്നുള്ളത്. Truly, some choices we make will change our destiny. നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ഭാവിയെ മാറ്റും. She is a Moabite. രൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു. You know the history of how through incest Lot had children through his 2 daughters, the Moabites and the Ammonites. നമ്മൾക്കറിയാം ചരിത്രം. ലോത്തിന് തൻ്റെ പെൺമക്കളിലൂടെ 2 കുലം ഉണ്ടാവുകയാണ്. അതിലൊന്നായിരുന്നു ഈ മോവാബിയർ എന്ന് പറയുന്ന, മറ്റേത് എദോമ്യരായിരുന്നു. The Moabites were under a curse because they didn't give the Israelites bread and water when they were traveling in the wilderness. ഈ ഇസ്രായേലിയർ പണ്ട് തങ്ങളുടെ വിൽഡർനെസ്സിലൂടെ മരുഭൂയാത്ര
യാത്രയിലായിരുന്നപ്പോൾ ഈ മോവാബ്യർ അവർക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തില്ല എന്ന കാരണം കൊണ്ട് മോവാബ്യരെ യഹോവ ശപിക്കുകയുണ്ടായി. They had tried to get Balaam to curse the Israelites. അത് മാത്രമല്ല അവർ ബലാമിനെ കൊണ്ട് ഈ ഇസ്രായേലരെ ശപിക്കുവാനും ഉള്ള ശ്രമവും നടത്തിയിരുന്നു. So this is the woman of a group of people who have no standing before God. അപ്പോൾ ഈ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ ഒരു കുലത്തിൽ നിന്ന് വന്നത് യഹോവയുടെ മുമ്പിൽ ഒരു നീതിയും ഉള്ളവരായിരുന്നില്ല അവർ. But she takes that decision. I'm going to follow your God. പക്ഷെ അവൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഈ യഹോവയെ, ഈ ദൈവത്തെ ഞാൻ പിന്തുടരുമെന്നുള്ളത്. People of other, the Gentiles would call the name of God as Elohim. ഈ ജാതികൾ ഈ യഹോവയെ വിളിച്ചിരുന്ന പേരായിരുന്നു എലോഹിം എന്നുള്ളത്. So she says that your God will be my God, that is Elohim. Your Elohim will be my Elohim. അപ്പോൾ നിന്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കും എന്ന് പറയുമ്പോൾ അത് നിന്റെ എലോഹിം എൻ്റെ എലോഹിമാണ് എന്നുള്ളതാണ് രൂത്ത് പറയുന്നത്. But then she says, the Lord, she uses the word Yahweh, do so to me and more also, if anything but death parts you and me. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ ആ എലോഹിം എന്നുള്ള പേര് മാറ്റടി യാഹ്വേ എന്നാണ് രൂത്ത് പറയുന്നത്. യാഹ്വേ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ നിന്നെ വിട്ടുപിരിഞ്ഞാൽ എന്ന് പറയുന്നു. I am making this confession before Yahweh, who is the real God. ഞാൻ ഈ ഒരു ബോധ്യം, ഞാൻ ഈ ഒരു ഏറ്റുപറച്ചിൽ യാഹ്വേ എന്ന എല്ലാമായ സർവശക്തനായ ദൈവത്തിന് മുമ്പിലാണ് ഏറ്റുപറയുന്നതാണ് ഈ രൂത്ത് പറയുന്നത്. I was thinking Naomi must have been a wonderful mother-in-law. ഞാൻ വിചാരിക്കുകയാണ് നവോമി ഒരു വളരെ നല്ല ഒരു അമ്മായിമ്മയായിരിക്കണം. She would have shown her love. She's seen them as her daughters. Ruth and Orpah as her daughters. ഈ രൂത്ത് തന്റെ മരുമക്കളെ സ്വന്തം മക്കളായിട്ട് തന്നെ ആയിരിക്കണം കരുതിയിരുന്നത്. She has gone through difficulties, but in the midst of that she's been able to show that Yahweh is God. വളരെ കഠിനമായ സമയത്തൂടെ താൻ പോകുമ്പോഴും തൻ്റെ മരുമക്കളെ കാണിക്കുവാൻ നവോമിക്ക് പറ്റി. യാഹ്വേ എന്ന സർവശക്തനായ ദൈവത്തെ കാണിക്കുവാൻ കഴിഞ്ഞു. I encourage each of you parents to really stand in your families and be an example, and that your children will know that Yahweh is God. ഞാൻ അമ്മമാരായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതം കണ്ടു കാണണം. ഇത് യാഹ്വേ എന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതം കണ്ടവർ പഠിക്കണം. Even fathers. പിതാക്കന്മാരോടും കൂടിയാണ്. So the thing is, you can teach them things, but when you take certain choices, they know that you don't stand totally for God. നിങ്ങൾക്ക് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാം, പക്ഷേ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ പറയുന്നത് പോലെ അല്ല നിങ്ങൾ ജീവിക്കുന്നത്. Your children and your grandchildren should know that you stand for God first and everything else is secondary. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൊച്ചുമക്കളും മനസ്സിലാക്കണം നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഏത് സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും. I know when exams come, a lot of mothers said, okay, let them study at home. But as a mother, I know my children, both of them, they would come to junior church even the day before their exams. എനിക്കറിയാം ചില അമ്മമാർ കരുതും മക്കളുടെ പരീക്ഷയാകുമ്പോൾ അവർ വീട്ടിലിരുന്ന് പഠിച്ചോട്ടെ എന്ന്. പക്ഷേ എൻ്റെ മകനും മകളും പരീക്ഷയുടെ തലേ ദിവസം പോലും അവർ നിർബന്ധമായും ജൂനിയർ ചർച്ച് വന്നിരിക്കും. I didn't have to force them. It wasn't a done thing. ഞാൻ അവരെ നിർബന്ധിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ യൂഷ്വലായിട്ട് അവർ വന്നിരിക്കും. There's no question about those things. അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ചോദ്യവും പറച്ചിലും ഇല്ലായിരുന്നു. After that, the rest, let them, they do their part and let God help them in the rest. അവരുടെ കാര്യം അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നത് തുടർന്നുകൊട്ടെ, ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. When my son came to 11th standard, I was thinking whether to send him away so he could be coached to go for the entrance exams. എൻ്റെ മകൻ 11ാം ക്ലാസ്സിലോട്ട് പഠിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു അവൻ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് വിടണമോ എന്നുള്ളത്. So we'd probably have to send him away. അപ്പം ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തിരിക്കണമെന്നായിരുന്നു. But the Lord spoke to me and says, don't send him. I want him in the church, in the family for the next 2 years. പക്ഷേ ദൈവം എന്നോട് സംസാരിച്ചു, അവനെ അങ്ങനെ അയക്കരുത്, അവൻ സഭയിൽ ഉണ്ടായിരിക്കണം, അവനെ എനിക്ക് കുറച്ച് നാൾ ഇവിടെ തന്നെ വളരണമെന്നുള്ളത്. And the next 2 years he was serving in the worship team. 2 വർഷവും അവൻ വർഷിപ്പ് ടീമിൽ സെർവ് ചെയ്തു. These are choices we have to make as parents for our children so that they will be aligned into the perfect will of God. നാം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കണം. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവ പദ്ധതിക്ക് മേൽ അലൈൻ ചെയ്യുവാനായിട്ട്. So many people say, we prayed so much for them. We prayed, but that's not enough. പലരും പറയും ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത്, പക്ഷെ അത് മാത്രം പോരാ. We have to live in such a way they know that if God says something, we will drop a hat and follow him. നമ്മുടെ ജീവിതം നമ്മളവരെ കാണിച്ചു കൊടുക്കണം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഊരിയിരിക്കുന്ന ആ തൊപ്പി താഴെ വെച്ച് ദൈവത്തിന് വേണ്ടി എന്തും വിടാൻ തയ്യാറായിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. So I think Ruth was inspired by that and she takes this decision. അപ്പോൾ രൂത്ത് നവോമിയുടെ ഈ ഒരു ജീവിതം ഇൻസ്പയർഡ് ആയിട്ട്
മാറാതെ അങ്ങനെ തന്നെ തീരുമാനം എടുക്കുകയാണ്. And so we read in verses 19 to 21, now the two of them went until they came to Bethlehem, and it happened when they had come to Bethlehem that all the city was excited because of them, and the women said, "Is this Naomi?" But she said to them, "Do not call me Naomi, call me Mara, for the Almighty has dealt very bitterly with me. I went out full, and the Lord has brought me home again empty. Why do you call me Naomi, since the Lord has testified against me, and the Almighty has afflicted me?" 19 തൊട്ട് 21 വരെ വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരുടെ നിമിത്തം ഇളകി. ഇവൾ നൊവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നൊവോമി എന്നല്ല, മാറ എന്നെന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നൊവോമി എന്ന് വിളിക്കുന്നത് എന്ത്? So they're coming back to the city, and the whole city is rejoicing. So they must have been quite popular. അപ്പോൾ അവർ ആ പട്ടണത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ജനം എല്ലാം സന്തോഷിക്കുകയാണ്. അപ്പോൾ അവർ പ്രസിദ്ധമായ എല്ലാവരിലും സുപരിചിതരായ ഒരു കുടുംബമായിരുന്നിരിക്കണം. Naomi would have been very friendly. She had a lot of women friends there. നവോമി സ്ത്രീകളുടെ ഇടയിൽ വളരെ ഒരു പരിചയക്കാരി ആയിരുന്നിരിക്കണം. കുറേ സുഹൃത്തുക്കൾ, സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കൾ നവോമിക്ക് ഉണ്ടായിരുന്നു. But she tells them, "Don't call me pleasant anymore. Call me bitter, because I've gone through bitterness." നിങ്ങൾ എന്നെ നവോമി അല്ലെങ്കിൽ പ്രസാദമുള്ളവൾ എന്ന് വിളിക്കരുത്, ഇനി എന്നെ മാറ അല്ലെങ്കിൽ കയ്പുള്ളവൾ എന്ന് വിളിച്ചാട്ടെ. So she is facing a difficulty. Definitely the Lord sees, and we can speak that, "Yes Lord, this is too difficult for me. I cannot bear this." അവൾ അത്രയും കഷ്ടകാലത്തിലൂടെ പോവുകയാണ്. അപ്പോൾ നമ്മളും കഷ്ടകാലത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ദൈവത്തിനോട് അറിയിക്കാം, ദൈവമേ ഇതെനിക്ക് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറമാണ് എന്നുള്ളത് നമുക്ക് ദൈവത്തെ അറിയിക്കാം. But in the midst of that, she knows that God is still in control. പക്ഷെ ഇതിൻ്റെ ഒക്കെ നടുവിലും നവോമിക്ക് അറിയാമായിരുന്നു ദൈവത്തിൽ ആശ്രയിക്കാം എന്നുള്ളത്. And she has come back. അങ്ങനെയാകുന്നു നവോമി തിരിച്ചു വന്നേക്കുന്നത്. So what is our response in difficulties? നമ്മൾ എങ്ങനെയാണ് കഷ്ടകാലത്തിനോട് പ്രതികരിക്കുന്നത്? Each one of us go through various difficulties, but in all that, yes, you can tell the Lord, "It's too painful. I cannot bear it. Oh Lord, this is too trying for me." But when you come in the presence of the Lord, He works there and He just strengthens us. നമ്മൾ ഓരോരുത്തർക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പല പല കഷ്ടങ്ങളിലൂടെയാണ് പോകുന്നത്. ആ കൈപ്പായ അനുഭവത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ദൈവത്തിനോട് പറയാം, ദൈവമേ എൻ്റെ അനുഭവം ഇതാണ് എന്നുള്ളതും, ദൈവം ആ മധ്യത്തിലും നമുക്കൊരു വിശ്വാസവും പ്രത്യാശയും വേണം. കർത്താവ് ഇതിൻ്റെ മധ്യത്തിലും പ്രവർത്തിക്കും, ദൈവം നമ്മളെ വിടുവിക്കും എന്നുള്ളത്. When we go through difficulties, do we go for a pity party? We want to be, everyone to kind of, sit with us and say, "Oh, so sad, how terrible it is." Or do we go to people who strengthen us, say, "Yes, you're going through a difficult time, but the Lord is for you." നമ്മൾക്ക് കഷ്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ട് കൂട്ടർ ആൾക്കാരെ നമുക്ക് സമീപിക്കാം. ഒന്ന് നമ്മളുടെ കൂടെ സഹതപിച്ച് ആ വേദനയോട് ചേർന്ന് നിന്ന് നമ്മളോട് അയ്യം പറയുന്നവർ, മറ്റേവർ നമ്മളെ കൂടുതൽ ശക്തീകരിച്ച് ദൈവത്തിലേക്ക് നടത്തുന്നവർ. ഇതിൽ ആരിലേക്ക് നമ്മൾ പോകണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. So choose where you go to when you go through difficulties. അപ്പോൾ നമ്മൾ കഷ്ടകാല സമയത്ത് നമ്മൾ ആരെ സമീപിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. And so in verse 22 it says, Naomi returned, and Ruth the Moabitess, her daughter-in-law with her, who returned from the country of Moab. Now they came to Bethlehem at the beginning of barley harvest. 22-ാം വാക്യം, ഇങ്ങനെ നവോമി മൊവാബ് ദേശത്തു നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മൊവാബ് സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബെത്ലഹേമിലെത്തി. So they came during the time of barley harvest. Barley harvest is the first harvest of the year. It's around April, May. അപ്പോൾ നമ്മൾ വായിക്കുന്നത് അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബെത്ലഹേമിൽ എത്തി എന്നുള്ളതാണ്. ഈ ഒരു വർഷത്തിന്റെ ഒരു വർഷത്തിന്റെ ആദ്യത്തെ കൊയ്ത്താകുന്നു ഈ യവക്കൊയ്ത്ത്. അത് ഏപ്രിൽ മാസത്തിന്റെ അവസാനത്താണ് നടക്കുന്നത്. The land had been subject to famine, and this probably was the first harvest after that. അപ്പോൾ ഈ ദേശം വളരെ കാലമായി ക്ഷാമത്തിൽ ആയിരുന്നു. അപ്പം ഇതായിരുന്നിരിക്കണം ആദ്യമായി അവർ വിളവെടുപ്പ് നടത്തുന്ന ഒരു കാലം എന്നുള്ളത്. There is hope after a difficult season. അപ്പോൾ ഒരു കഷ്ടകാല സമയത്തിന് ശേഷം ഒരു പ്രത്യാശ. There is always hope in Jesus. നമ്മൾക്ക് യേശുവിൽ എപ്പോഴും ഒരു പ്രത്യാശയുണ്ട്. Some of you may be going through a very dry and difficult season, but the Lord is saying the barley harvest is coming. നിങ്ങളിൽ ചിലർ വളരെ കഷ്ടമായിട്ടുള്ള ഒരു സമയത്തിലൂടെ ആയിരിക്കാൻ പോകുന്നത്, പക്ഷേ കർത്താവ് പറയുന്ന യവക്കൊയ്ത്തിന്റെ ആരംഭമായിരിക്കുന്നു എന്നുള്ളത്. I just want to pray for anyone who is going through difficulties at this time. ഇവിടെ ആയിരിക്കുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങൾ കഷ്ടകാല സമയത്തിലൂടെ പോകുന്നുവെങ്കിൽ
ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Lord, I just commit everyone who is right now going through a very difficult time. Hallelujah. കർത്താവേ, അതികഠിനമായ വിഷമസ്ഥിതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Some are worried about their children. ചിലർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. Some are going through difficulties due to health problems. ചിലർ ആരോഗ്യ കാരണങ്ങളാൽ ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്നു. But right now, Lord, let them look at the barley harvest that is here. കർത്താവേ, ഇവിടെയുള്ള യവക്കൊയ്ത്തിലേക്ക് അവർ നോക്കട്ടെ. Let hope arise. പ്രത്യാശ ഉയരട്ടെ. Let hope arise. പ്രത്യാശ ഉയരട്ടെ. Come on, church, respond. Let hope arise. You take it by faith. You take it by faith. You take it by faith. You believe. Hallelujah. Let hope arise in this place. Don't just listen to the message. Receive it. Receive it. Probably your child is not in faith right now. Let hope arise. Let hope arise. Let them see the barley harvest. നിങ്ങളുടെ പ്രത്യാശ ഉയരട്ടെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കും നിങ്ങൾ അവലാതിപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ അതിൻ്റെ മുകളിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് ആ യവക്കൊയ്ത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ നടുക. Amen. 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 So Ruth decides to go out and glean in the fields. അപ്പോൾ രൂത്ത് പുറത്തു പോയി കതിർ പെറുക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. She happened to come to the field of Boaz. അപ്പോൾ താൻ ബോവാസിന്റെ വയലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. In Leviticus 19:9 and 10, it speaks about gleaning. When you reap the harvest of your land, you shall not wholly reap the corners of your field, nor shall you gather the gleanings of your harvest, and you shall not glean your vineyard, nor shall you gather every grape of your vineyard. You shall leave them for the poor and the stranger. I am the Lord your God. ഈ ലെവ്യ പുസ്തകത്തിൽ എങ്ങനെ നമ്മൾ ഒരു കൊയ്യുമ്പോഴുള്ള പ്രമാണത്തെക്കുറിച്ച് പറയുന്നു. 19-ാം അധ്യായത്തിൽ 9 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൻ്റെ കാല പെറുക്കുകയും അരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണുകിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. So they had to leave aside some, those that had dropped the part of wheat or barley that had dropped down for the poor, the widow, the stranger. അപ്പോൾ അവർ കൊയ്യുമ്പോൾ അതിൽ നിന്ന് താഴെ വീഴുന്ന ആ കതിർ അവരൊരിക്കലും എടുക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. അത് ദരിദ്രനും പരദേശിക്കും കൊടുത്തേക്കണമെന്നായിരുന്നു യഹോവയുടെ പ്രമാണം. What a just God we serve. നമ്മളുടെ ദൈവം എത്ര നീതിമാനായ ഒരു ദൈവം. What a compassionate God we serve. എത്ര കരുണയുള്ള ദൈവമായ. With a mother's heart. അതാണ് അമ്മയുടെ ഹൃദയമുള്ള ദൈവം. He's always there and for the poor, the stranger and the widow. അന്യനും പരദേശിക്കും വിധവയ്ക്കും വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമാകുന്നു നമ്മുടെ. And so she receives that. അപ്പോൾ രൂത്ത് അത് എടുക്കുകയാണ്. And so she goes into the field and starts gleaning. അപ്പോൾ അതുപോലെ വയലിൽ പോയി ഇങ്ങനെ കാല പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. And then Boaz asks his men, who is this lady? അപ്പോൾ ബോവാസ് തന്റെ ബാല്യക്കാരോട് ചോദിച്ചു, ആരാകുന്നു ഈ യുവതി എന്ന്. And they say, this is the Moabite lady who came with Naomi. ഇത് നവോമിയുടെ കൂടെ വന്ന മോവാബ്യ സ്ത്രീ ആകുന്നു എന്നവർ ഉത്തരം പറഞ്ഞു. So the whole land has heard that a Moabite lady has come back to serve Yahweh. അപ്പോൾ ആ ദേശം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു, ഒരു മോവാബ്യ സ്ത്രീ തങ്ങളുടെ ദേശത്ത് വന്ന് യഹോവയെ സേവിക്കാനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നു. And so Boaz favors her and says, let her take as much as she can. അപ്പോൾ ബോവാസിന് അവരോട് ദയവ് തോന്നി പറഞ്ഞു, അവൾക്ക് പറ്റുന്നിടത്തോളം അവൾ പെറുക്കട്ടെ, അവളെ തടയരുത് എന്നുള്ളത്. And afterwards Ruth meets Boaz and wonders why she has favor in the eyes of this man. അത് കഴിഞ്ഞിട്ട് രൂത്ത് ബോവാസിനെ കാണുന്നു. അപ്പോൾ ഞാൻ അന്യദേശക്കാരി ഇരുന്നിട്ടും എന്തുകൊണ്ട് എന്നോട് ഒരു ആദരവ് തോന്നുന്നു എന്ന് രൂത്ത് ബോവാസിനോട് ചോദിക്കുകയാണ്. In verse 11 and 12 it says, and Boaz answered and said to her, it has been fully reported to me all that you have done for your mother-in-law since the death of your husband, and how you have left your father and your mother and the land of your birth, and have come to a people whom you did not know before. The Lord repay your work, and a full reward be given you by the Lord God of Israel, under whose wings you have come for refuge. ബോവാസ് അവളോട് പറയുകയാണ്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു.
My message is under the wings of the Almighty. എൻ്റെ ഇന്നത്തെ ദൂത് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ പാർക്കുക എന്നുള്ളതാണ്. So truly she has chosen to stay under the wings of the Almighty. അപ്പോൾ രൂത്ത് തെരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ സർവശക്തൻ്റെ ചിറകിൻ നിഴലിൽ പാർക്കുക എന്നുള്ളതാണ്. Where do you find refuge? നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആ ഒരു റെഫ്യൂജ് സംരക്ഷണം നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? There is no place like the Lord's hands under the shadow of in his perfect will. കർത്താവിൻ്റെ പരിപൂർണമായ ഹിതത്തിൻ്റെ അടിയിലല്ലാതെ വേറെ ഒരിടത്തും ഒരു പരിപൂർണമായൊരു ജീവിതം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല. When you are under his shadow, you experience his providence. നമ്മൾ കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലാണ് നമ്മൾ അനുഭവിക്കുന്നത്. It's God's caring and provision even in difficult times. കഷ്ടകാലത്ത് പോലും നമ്മൾ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും നമ്മൾ അനുഭവിക്കുന്നു. Psalm 17 verse 8 says, "Keep me as the apple of your eye, hide me under the shadow of your wings." സങ്കീർത്തനം 17:8 ഇങ്ങനെ വായിക്കുന്നു, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം, നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണം. Psalms 36:7 says, "How precious is your loving kindness, O God. Therefore the children of men put their trust under the shadow of your wings." സങ്കീർത്തനം 36:7 ഇങ്ങനെ പറയുന്നു, ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. Let us as a family be under the shadow of the Almighty. നമുക്കൊരു കുടുംബമായിട്ട് കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം The പ്രാപിക്കാം. things around us are getting more difficult. The world around us is getting darker. നമ്മളുടെ ചുറ്റും കഠിനമായി കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈ ലോകം പതുക്കെ അന്ധകാരത്തിലേക്ക് നീങ്ങുന്നു. So but if we are under the shadow, we are safe. പക്ഷേ കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ നമ്മൾ ശരണം പ്രാപിക്കുമ്പോൾ നമ്മൾ സേഫ് ആകുന്നു. Psalm 91 says that 91 സങ്കീർത്തനം അത് തന്നെയാണ് പറയുന്നത്. we need to be under his shadow. നമ്മൾ കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കണം എന്നുള്ളതാകുന്നു. So that she gleans everything and she goes back home and gives her mother, gives Naomi what she has got. അപ്പോൾ രൂത്ത് താൻ പെറുക്കിയ ആ യവം അതെടുത്ത് തിരികെ നവോമിക്ക് കൊണ്ട് കാണിക്കുകയാണ്. And then in verse 20, Naomi said to her daughter-in-law, "Blessed be he of the Lord who has not forsaken his kindness to the living and the dead." And Naomi said to her, "This man is a relation of ours, one of our close relatives." നവോമി മരുമകളോട് 20-ാം വാക്യം, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്ന് നവോമി അവളോട് പറഞ്ഞു. This is our close relative. The word in Hebrew is Goel. നമ്മുടെ അടുത്ത ചാർച്ചക്കാരൻ എന്ന് നവോമി പറയുമ്പോൾ അതിന്റെ ഹീബ്രു അർത്ഥം ഗോവേൽ എന്ന വാക്കിൽ നിന്നാണ്. That means a kinsman redeemer. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബന്ധുവിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതാണ്. This is a close male relative who, according to the laws of the Old Testament, had the responsibility to act for a relative who was in danger, trouble, or needed vindication. അത് ഒരു കുടുംബത്തിലെ ഒരു പുരുഷനാകുന്നു. അങ്ങനെ ഒരു പഴയ പ്രമാണങ്ങളിലുണ്ട്. ഒരു വേറൊരു ബന്ധു എന്തെങ്കിലും ഒരു പ്രശ്ന അപകടത്തിലോ അല്ലെങ്കിൽ ഒരു ന്യായത്തിന് വേണ്ടി ഒരു അപേക്ഷയോ ഒക്കെ പ്രശ്നത്തിലാകുമ്പോൾ അപകടത്തിലാകുമ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഉള്ള ഒരു മനുഷ്യനാകുന്നു ഈ ഗോയൽ എന്ന് പറയുന്നത്. So Boaz was one of the kingsmen in that family of Elimelech. അപ്പോൾ എലീമെലെക്കിന്റെ കുടുംബത്തിലെ ഒരു ഗോയൽ ആയിരുന്നു ബോവാസ്. So Ruth continues to glean from the harvest from the time of barley to the wheat harvest. So probably a period of 3 to 4 months. അപ്പോൾ രൂത്ത് ഇങ്ങനെ കാലാ പെറുക്കിക്കൊണ്ടിരുന്നു. യവത്തിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ് ഗോതമ്പിൻ്റെ കൊയ്ത്തിലേക്ക് കടക്കുമ്പോഴും എന്ന് വെച്ചാൽ ഒരു 4 മാസത്തോളം ഈ ഒരു കാലാ പെറുക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. And then in chapter 3 verse 1, Naomi tells her, "My daughter, shall I not seek security for you, that it may be well with you?" അപ്പോൾ രൂത്ത് 3-ാം അധ്യായം 1 നവോമി രൂത്തിനോട് പറയുകയാണ്. അനന്തരം അവളുടെ അമ്മായിമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? What a beautiful mother. She wants the best for this daughter. എത്ര മനോഹരമായ മനസ്സുള്ള ഒരു ഉടമയാവുന്നു നവോമി. തൻ്റെ മകൾക്ക് വേണ്ടി ഒരു ഭാവി, നല്ലൊരു ഭാവി വേണമെന്ന് പ്രത്യാശ വെക്കുന്നു. Today as Pastor TB was praying, was saying that spiritual parents should arise here. പാസ്റ്റർ ടിബി മിനിസ്റ്ററിംഗിൽ പറഞ്ഞതുപോലെ ആത്മീകമായ അമ്മമാർ ഇവിടെ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ്. That we would rise up and raise up. It don't have to be your physical children, but children in the church, and take responsibility to pray for them, to encourage them.
നമ്മളുടെ മക്കളെ മാത്രമല്ല, ഈ സഭയിലുള്ള മറ്റു കുഞ്ഞുങ്ങളെ അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ആത്മീകമായ അമ്മമാരാകുന്നു ഇവിടെ വരേണ്ടത്. One kind word from you in a difficult season will take them miles. ഒരു കഠിനമായ ഒരു സമയത്ത് ആ കുഞ്ഞുങ്ങളോട് പോയുള്ള നിങ്ങളുടെ ഒരു പ്രബോധനമായിട്ടുള്ള ഒരു വാക്ക് അവരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. I remember how two young girls who lived opposite us through the season where they lost their father, we were there to be there for them. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന 2 കുഞ്ഞുങ്ങൾ അവരുടെ അപ്പൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ അതിനുവേണ്ടി വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി താങ്ങി അവരെ പ്രബോധിപ്പിക്കുമായിരുന്നു. We could encourage them with the word, and I didn't realize the influence, but many years later one of the girls told my daughter when she met her, your mom was there when we really were going through that difficult time. ഞാൻ അവർക്ക് വചനമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അന്ന് എനിക്കത് മനസ്സിലായില്ല. വർഷങ്ങൾക്ക് ശേഷം അതിലൊരു കുഞ്ഞു മകൾ വന്ന് എൻ്റെ മകളോട് പറയുകയാണ്, നീ ആ സമയത്ത് നിൻ്റെ അമ്മ വന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നത് എത്ര വലിയ അനുഗ്രഹമായി തീർന്നു എന്നറിയാമോ. So I encourage you, invest into that next generation. ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത തലമുറയിലേക്ക് നിങ്ങൾ നോക്കണം. I pray that in this church spiritual fathers and mothers will arise. അവരുടെ ജീവിതത്തിലേക്ക് നിക്ഷേപിക്കുവാൻ തക്കവണ്ണം ഉള്ള ആത്മീകമായ പിതാക്കന്മാരും അമ്മമാരും ഇവിടെ That വളരണം. we will deposit something into many of these children here. ആ കുഞ്ഞുങ്ങളിലേക്ക് പലതരത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ നിക്ഷേപിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. So here Naomi has a plan. ഇവിടെ നവോമിക്ക് ഒരു പദ്ധതിയുണ്ട്. It's a day to winnow barley at the threshing floor. That day they're supposed to winnow the barley at the threshing floor. അപ്പോൾ അവർ അന്ന് ആ ഒരു ദിവസം എന്ന് പറയുന്നത് ആ കതിർ കൊയ്ത് പാറ്റുന്ന സമയമായിരുന്നു. So she tells Ruth that, after Boaz goes to sleep, just uncover his legs and just sleep at his feet. അപ്പോൾ നവോമി രൂത്തിനോട് പറയുകയാണ്, രാത്രി ഈ ബോവാസ് ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് മാറ്റി അവിടെ കിടക്കുക എന്നുള്ളത്. So usually this is a place where the grains would be kept because thieves would come and steal the grain. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു വിളവെടുത്ത് കഴിഞ്ഞ ആ കതിരൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. കാരണം ആ സമയത്ത് മോഷ്ടാക്കൾ അത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പതിവായിരുന്നു. So a few people would be around in that room. ആ ഒരു മുറിയിൽ കുറച്ച് പേരുണ്ടായിരിക്കും. And she says that do this. This was to signify that, okay, I am a kind of a proposal to say that, will you marry me? അപ്പോൾ നവോമി രൂത്തിനോട് ഇങ്ങനെ ചെയ്യുവാൻ പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള ഒരു കല്യാണാലോചന പോലെയാണ്. എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. Ruth was willing to obey. രൂത്ത് അനുസരിക്കുവാൻ തയ്യാറായി. She must have been so bold and just trusted her Naomi's wisdom. രൂത്ത് നവോമിയുടെ ആ പരിജ്ഞാനത്തിൽ ആശ്രയിച്ചിരിക്കാം. And so after that night she goes and does what her mother-in-law says. അപ്പോൾ രൂത്ത് നവോമി പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു. And Boaz wakes up suddenly and sees this woman sleeping at his feet. അപ്പോൾ ബോവാസ് പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ കാൽക്കൽ ഉറങ്ങുന്ന ഒരു സ്ത്രീയെ കാണുന്നു. And verse 9 in chapter 3 says, and he said, who are you? So she answered, I am Ruth, your maidservant. Take your maidservant under your wing, for you are a close relative. രൂത്ത് 3:9 ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടുകെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. Ruth could have told her mother-in-law, how could I? He's much older than me. They think that he may have been quite probably 10 or 15 years older than her. രൂത്തിനേക്കാളും 10-15 വയസ്സ് മൂപ്പുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കണം ബോവാസ്. But she trusted the wisdom and she didn't look at that. പക്ഷെ ആ ഒരു പ്രായവ്യത്യാസം ഒന്നും രൂത്ത് നോക്കിയില്ല. തൻ്റെ അമ്മായിയെ അനുസരിക്കാൻ തയ്യാറായി. And Boaz appreciated her maturity to not go after just some young person but to follow the will of God. അപ്പോൾ ബോവാസിന് ആ ഒരു പക്വത, രൂത്തിൻ്റെ ആ പക്വത ഇഷ്ടമായി. കാരണം ചെറുപ്പക്കാരുടെ പുറകെ പോകാതെ നവോമിയുടെ ആ ചാർച്ചക്കാരൻ്റെ അടുത്ത് തന്നെ വന്നതിനെ ബോവാസ് അതിശയത്തോടെ കണ്ടിരിക്കണം. And he tells her he will settle the matter. അപ്പോൾ ബോവാസ് പറയാണ്, ഈ ഒരു കാര്യത്തിന് ഞാൻ തീർപ്പ് കൽപ്പിക്കാമെന്നുള്ളത്. So the next day we see in Ruth chapter 4 how in verse 1, now Boaz went up to the gate and sat down there, and behold, the close relative of whom Boaz had spoken came by. So Boaz said, come aside, friend, sit down here. So he came aside and sat down. രൂത്തിന്റെ പുസ്തകം 4:1 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ ബോവസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെ ഇരുന്നു. ബോവസ് പറഞ്ഞിരിക്കുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നതും കണ്ടു. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കുക എന്ന് അവനോട് പറഞ്ഞു. So Boaz in the front of 10 witnesses asks this man, will you redeem the property of Elimelech?
അപ്പോൾ ഈ ഒരു വീണ്ടെടുപ്പുകാരനോട് ബോവാസ് ചോദിക്കുകയാണ്, എലീമേലെക്കിന്റെ വസ്തുക്കൾ വീണ്ടെടുക്കുവാനും റിസ്റ്റോർ ചെയ്യാനും നിനക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത്. And then he asks, if you do that, you will have to marry Ruth, the widow of one of the sons. നീ അത് ചെയ്യുകയാണെങ്കിൽ നീ രൂത്തിനെയും ഏറ്റെടുക്കേണ്ടി വരും, അത് എലീമേലെക്കിന്റെ മകന്റെ വിധവയായ രൂത്തിനെയും ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത്. But we know the story that when he hears that, he says, that's going to be harmful to my inheritance, so I cannot marry her. അപ്പോൾ ഈ വീണ്ടെടുപ്പുകാരൻ പറയുകയാണ്, അത് അങ്ങനെ ചെയ്താൽ എൻ്റെ അവകാശങ്ങളൊക്കെ നഷ്ടമാകും, അതുകൊണ്ട് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. Then Boaz steps in and agrees to redeem the property and marry Ruth. അപ്പോൾ ബോവാസ് വന്ന് പറയുകയാണ്, ഞാൻ ഏറ്റെടുത്തോളാം എന്നുള്ളത്. What a beautiful story. ഇതെന്തൊരു മനോഹരമായ ഒരു കഥയാകുന്നു. And it doesn't stop there. They are blessed with a child. He marries her and they are blessed with a child. അങ്ങനെ ബോവാസ് രൂത്തിനെ വിവാഹം കഴിക്കുകയും അവരൊരു കുഞ്ഞിനാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. And verse 14 and 15 of chapter 4 it says, Then the women said to Naomi, Blessed be the Lord, who has not left you this day without a close relative, and may his name be famous in Israel, and may he be to you a restorer of life and a nourisher of your old age. For your daughter-in-law, who loves you, who is better to you than 7 sons, has borne him. 14-15 വാക്യങ്ങൾ. എന്നാറെ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുന്നത് കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചതെന്ന് പറഞ്ഞു. So the women are always speaking things about Naomi. When she first came, they said, Naomi, welcome back. But she says, don't call me Naomi, call me Mara. അപ്പോൾ ഈ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരെപ്പോഴും വളരെ മനോഹരമായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാം നവോമിയോട്. അവരാദ്യമായി നവോമി തിരിച്ചു മടങ്ങി വരുമ്പോൾ അവർ ഓടിപ്പോയി നവോമിയെ വെൽക്കം ചെയ്യുന്നത് കാണാം. അങ്ങനെ വളരെ നല്ല രീതിയിലായിരുന്നു ഇവർ നവോമിയോട് ഇടപെട്ടിരുന്നത്. But now in this situation they said, you are blessed. ഇപ്പോൾ പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന്. See what the Lord has done for you. യഹോവ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്തെന്ന് കാണുവിൻ. They were walking this journey with them. ഈ നവോമിയോടും രൂത്തിനോടും ചേർന്നായിരുന്നു ഈ സ്ത്രീകൾ നടന്നുകൊണ്ട്. I think we as a family should walk with each one in this journey, even if a person goes through a very difficult time, just standing with them, walking with them, and we'll see the blessing of the Lord in their lives. നമ്മളും ഒരു സഭയിൽ ഒരു കുടുംബമായിരിക്കുക, നമ്മൾ ആരെങ്കിലും കഷ്ടത്തിൽ പോവുകയാണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരോടൊപ്പം നടക്കാൻ ശ്രമിക്കുക. And this child is going to be a restorer of life and a nourisher of your old age. ഈ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പുകാരനായിരിക്കുന്നു എന്നുള്ളതാണ്. And the Lord has blessed you with someone who is more than 7 sons. അത് മാത്രമല്ല, കുഞ്ഞിനെ കുറിച്ച് മാത്രമല്ല, 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന ഒരു മരുമകൾ കൂടി ഉണ്ടല്ലോ എന്നുള്ളത്. Amen. And in verse 16 it says, Then Naomi took the child and laid him on her bosom and became a nurse to him. Also the neighbor women gave him his name, saying, There is a son born to Naomi, and they called his name Obed. He is the father of Jesse and the father of David. 16-17 വാക്യങ്ങൾ. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി, അവന് ധാത്രിയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ, നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവന് ഒബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായയുടെ അപ്പൻ ഇവൻ ആകുന്നു. Who gave the name to this child? ഈ കുഞ്ഞിന് ആരാകുന്നു പേരിട്ടത്? The family. ആ ഒരു കുടുംബമാകുന്നു. And they said, let his name be Obed. നമ്മൾക്ക് അവനെ ഒബേദ് എന്ന് പേര് കൊടുക്കാം. Obed means serving, worshipping. ഒബേദ് എന്ന പേരിന് അർത്ഥം സേവിക്കുക, ആരാധിക്കുക എന്നുള്ളതാണ്. They are bringing into this family which had nothing, 2 widows who had nothing, a child who would serve and worship the Lord. അപ്പോൾ 2 വിധവകളായി ഒന്നുമില്ലാതിരുന്ന ഒരു കുടുംബത്തിലേക്ക് അവർ തന്നെ വിളിച്ചു വരുത്തുകയാണ് ഒരു പേരിലൂടെ. ആ കുഞ്ഞ് ഒരു ശുശ്രൂഷകനായും ഒരു ആരാധനയുള്ള മനുഷ്യനായിട്ടും തീരട്ടെ എന്നുള്ളത്. And we know that he becomes the grandfather of King David. നമ്മൾക്കറിയാം ഒബേദ് എന്ന് പറയുന്നത് ദാവീദിന്റെ അപ്പന്റെ അപ്പനായിരുന്നു. And God doesn't stop there. He becomes a predecessor of Jesus Christ. ദൈവം അവിടെ നിർത്തിയില്ല, യേശുവിന്റെ ഒരു മുൻഗാമിയായിരുന്നു ഈ ഒബേദ്. What the right choices can do to change your destiny. നമ്മളുടെ ഏതൊക്കെ തീരുമാനങ്ങളാണ് നമ്മളുടെ ഭാവിയെ മാറ്റുവാൻ തക്കവണ്ണമുള്ളത്. However discouraged and difficult the situation may be, if you make the right choices and stay under the shadow of the Almighty, you will be safe. എത്ര കഠിനമായൊരു സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളുടെ തീരുമാനം ഞാൻ എൻ്റെ സർവശക്തനായ കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ പാർക്കും എന്നുള്ളതാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഭാവിയെ മാറ്റുവാൻ കഴിയും. The story of Ruth is a story of providence.
രൂത്തിന്റെ കഥ ദൈവത്തിന്റെ കരുതലിന്റെ കഥയാകുന്നു. God's caring provision for his people as he guides them in their journey of faith through life, accomplishing his purpose in them. തൻ്റെ ജനത്തെ വിശ്വാസപാതയിലൂടെ നടത്തുമ്പോൾ തന്നെ ആ ജനത്തിനെ പറ്റി കരുതുന്ന ഒരു ദൈവമാകുന്നു. തൻ്റെ ദൈവിക പദ്ധതി നിറവേറ്റുവാൻ അവരെ സഹായിക്കുമ്പോൾ തന്നെ അവരെ കരുതുന്ന ഒരു ദൈവമാകുന്നു. And it's only when we are under his shadow that we can say Romans 8:28, that is, and we know that all things work together for good to those who love God, to those who are called according to his purpose. നമ്മൾ ദൈവത്തിൻ്റെ ചെറുകിൻ നിഴലിൽ ശരണം പ്രാപിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് റോമർക്ക് എഴുതിയ 8-ാം ലേഖനത്തിൻ്റെ 28-ാം വാക്യം നമ്മൾക്ക് വിശ്വാസത്തോട് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. The story of Ruth is a story of redemption. രൂത്തിന്റെ കഥ വീണ്ടെടുപ്പിന്റെ കഥയാകുന്നു. Boaz is a type of Christ. ബോവാസ് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. It may not have been comfortable for Boaz to redeem Ruth because he may have already been married. ഈ രൂത്തിനെ വീണ്ടെടുക്കുക എന്നുള്ളൊരു കാര്യം ബോവാസിന് അത്ര എളുപ്പമായിരുന്നിരിക്കില്ല. കാരണം അദ്ദേഹം വേറെ വിവാഹിതനായിരിക്കാം. But it's the same way, just like Boaz came out of his comfort zone, Jesus, he came from heaven and to pay the price for us, to redeem us. തൻ്റെ ആ ഒരു സമാധാനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ബോവാസ് പുറത്തു വന്ന് ഒരു വീണ്ടെടുപ്പ് ചെയ്തതുപോലെ തന്നെയാണ് കർത്താവ് സ്വർഗ്ഗസിംഹാസനത്തും വിട്ട് നമ്മളെ വന്ന് വീണ്ടെടുത്തത്. The story of Ruth is a story of two women who decide to find shelter in the most difficult situations of life under the shadow of the Almighty. റൂത്തിന്റെ കഥ 2 സ്ത്രീകളുടെ കഥയാണ്. അവർ എങ്ങനെ തങ്ങളുടെ ഏറ്റവും കഠിനമായ സമയത്ത് അവർ സർവശക്തന്റെ നിഴലിൻ കീഴിൽ ചെറുകിൻ്റെ നിഴലിൻ കീഴിൽ അവർ ശരണം പ്രാപിച്ചു എന്നുള്ളത്. And they found rest there. അവർ അവിടെ സ്വസ്ഥത കണ്ടെത്തി. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, Lord, I just thank you for this word that you have released over us. കർത്താവേ, ഇന്ന് നീ ഞങ്ങളുടെ മധ്യേ റിലീസ് ചെയ്ത ദൂതനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. I just pray for those who are watching online that truly that they will find refuge in you. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കർത്താവേ നിന്നിൽ ശരണപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. I pray, Father Lord, that we as a church will go into greater intimacy with the Lord. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സഭയായിട്ട് നിന്നോട് കൂടുതൽ അടുത്ത് വരുവാൻ, ഒരു ഇന്റിമസിയിലേക്ക് വരുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. Last Friday when I was 2 weeks back when I was praying, I just sensed that we as a church are going to go into greater intimacy with the Lord. 2 ആഴ്ച മുമ്പ് വെള്ളിയാഴ്ച ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സെൻസ് ചെയ്തു നമ്മൾ സഭയായിട്ട് കർത്താവുമായിട്ട് അധികമായി അടുത്ത് ഉള്ളൊരു ഇന്റിമസിയിലേക്ക് നമ്മൾ So right now if any of you wants to go into a closer relationship with the Lord, just raise your hands, just tell the Lord, Lord, I want to come closer to you. I want to come closer to you. നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോൾ ഹൃദയത്തിൽ തോന്നുന്നതാണ് ഞാൻ ഇരിക്കുന്ന നിങ്ങൾ പറഞ്ഞാട്ടെ ദൈവമേ നിന്നോട് വരുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത്. കർത്താവേ, ഈ സമയം നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ തുറന്ന സ്വർഗമുണ്ട്. ഞങ്ങൾ കുറച്ചും കൂടെ നിന്നെ രുചിച്ചറിയട്ടെ, കുറച്ചുകൂടെ നിന്നെ അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുമായിരിക്കും എനിക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല, ഇവരൊക്കെ പറയുന്ന പോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇപ്പൊ ഐ എം ടെല്ലിങ് യു റൈറ്റ് നൗ there is a portal open here. ഇവിടെ തുറന്ന സ്വർഗ്ഗമാണ്. ഇവിടെ കർത്താവിനോട് അടുത്ത സ്റ്റെപ്പ്. ഹല്ലേലൂയ. നിങ്ങളോട് കർത്താവ് സംസാരിക്കും ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തന്നെ പലർക്കും സ്വപ്നങ്ങൾ കാണാൻ പോവാ. ഹല്ലേലൂയ. many of you പലരും ദർശനങ്ങൾ കാണും ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയും. ഹല്ലേലൂയ. we want to know you more. We want to know you more. കർത്താവിനെ we don't want to just know ഞങ്ങളുടെ തല കൊണ്ട് ഞങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. Pray out to the Lord right now. Pray out to the Lord. കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ Right now, hallelujah, right now. I just pray, Father Lord, even for the worship team, that you will open things for them, that they will write songs, Lord. പാട്ടുകൾ എഴുതട്ടെ. Worship team, പാട്ടുകൾ എഴുതട്ടെ. Songs of intimacy. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വർഷിപ്പ് ടീമിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള പാട്ടുകൾ, പുതിയ പാട്ടുകൾ അവർ എഴുതട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ്, the Lord has dealt with me. I was serving the Lord, but I wanted a greater intimacy. The Lord opened that. He opened that. ഞാൻ ഈയിടെയായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്നുവെങ്കിലും സേവിക്കുന്നുവെങ്കിലും എനിക്ക് കർത്താവുമായിട്ട് ഇച്ചിരി കൂടി അടുക്കണമെന്നുള്ളത് കർത്താവ് അതിനുവേണ്ടി വഴികൾ തുറന്നു തന്നു. I pray,
ലോർഡ്, ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഓരോരുത്തർ ഈ കർത്താവിനെ രുചിച്ചറിയണം. നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ പ്രായം ഒരു പ്രശ്നമല്ല. റൂത്ത് വാസ് നോട്ട് someone who would be counted noble. മനുഷ്യരുടെ കണ്ണിൽ ഒരു വിലയില്ലാത്തൊരു സ്ത്രീ ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ, ദൈവത്തെ ആഗ്രഹിക്കുന്ന, ഈ യഹോവയെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുടെ അടുത്ത് ദൈവം വരും. ഹല്ലേലൂയ. He will come to you. He will come to you. But take time. നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം കർത്താവിൻ്റെ സന്നിധിയിൽ. നിങ്ങൾ വചനം വായിക്കണം, നിങ്ങൾ ആരാധിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജനറേഷനെ പറ്റി നിങ്ങൾ പേടിക്കരുത്, വറിയരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം അവിടെ ഒരു വ്യത്യാസം വരും. ഹല്ലേലൂയ. അവർ കർത്താവിനെ സേവിക്കും, ഉറപ്പായിട്ടും. ലോർഡ് വി പ്രേ ഇന്ന് അമ്മമാരായിട്ടുള്ളവർ കർത്താവെ, അവർ സ്പിരിച്വൽ മദേഴ്സും ഫാദേഴ്സ് ഇവിടെ എഴുന്നേൽപ്പിക്കണം. സ്പിരിച്വൽ മദേഴ്സും ഫാദേഴ്സ് ഇവിടെ ഈ സഭയിൽ. ഹല്ലേലൂയ. അതിനൊരു പേര് വേണമെന്നില്ല, പക്ഷേ ഹൃദയത്തിൽ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ. എൻ്റെ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ അവർക്ക് വേദന വന്നാൽ എനിക്ക് വേദനിക്കും എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഇവിടെ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു ലോർഡ്. I just pray, I believe that the Lord has heard our prayer. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതായി എനിക്ക് ഉറപ്പുണ്ട്. Hallelujah. The Lord is touching you right now, and the Lord is pleased that you desire to know him more. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ പലരും ടെസ്റ്റിഫൈ ചെയ്യും, ഞാൻ കർത്താവിനെ രുചിച്ചറിയുന്നു, ഞാൻ വചനം വായിക്കുമ്പം അതെല്ലാം it's coming alive. അത് I'm sure that's going to happen. Thank you Lord for what you've done. നീ ചെയ്ത എല്ലാത്തിനായി സ്തോത്രം, മഹത്വം നിനക്ക്. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.